കസേരയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വളരെ ചിരിച്ച് കളിച്ച് ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്ന നിലയിൽ ഇങ്ങനെ സംസാരിച്ച് ചുമ്മാ കൊക്കി പാറാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. യൂട്യൂബർ ചേട്ടാ, എനിക്ക് നാണം വരുന്നത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ കേൾക്കില്ലേ? എന്നാലും ഒരു സുഖമൊക്കെ ഉണ്ട് കേൾക്കാൻ. ഒന്നുകൂടെ പറയോ? ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്ന നിലയിൽ ഇങ്ങനെ സംസാരിച്ച് ഇവിടെ കോഴിക്കൊക്കെ എന്താ വില? അല്ല ചിക്കൻ എത്രയാ റേറ്റ്? ഇപ്പൊ വേണ്ട, എനിക്ക് നാണം വരുന്നു. പക്ഷേ അയ്യേ, നാണം വരുന്നു. എന്താ യൂട്യൂബർ എന്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ കസേരയിലൊക്കെ ഇരിക്കണതാണോ ഇനി പ്രശ്നം? ഞാൻ കസേരയിൽ ഇരിക്കണതാണോ പ്രശ്നം? ഇതൊക്കെ പറയുമ്പോ അണ്ണന്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു ചിരിയൊക്കെ. അല്ല, ഈ അണ്ണൻ കസേരയിലല്ലേ ഇരിക്കണേ? അതോ പിന്നെ എന്താ സാങ്കല്പിക കസേരയിൽ വല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണോ, വായുവിൽ ഇരിക്കുകയാണോ? എന്തപ്പോ ചേട്ടന്റെ ശരിക്കും പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഒരു കുറ്റമാണോ ഗൈസ്? ഞാനൊന്ന് ചിരിച്ചു, അല്ലെങ്കിൽ ഞാനൊന്ന് കസേരയിൽ ചാരി ഇരുന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് രസിച്ചു, ഇതൊക്കെ ഒരു കുറ്റാണോ? എന്തായാലും ബാക്കി പറയട്ടെ അണ്ണൻ, രസമുണ്ട് കേൾക്കാൻ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീമതി സുനിത ദേവദാസ്. സുനിത ദേവദാസ്. ആ കഥാപാത്രത്തെ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടാണ് കേൾക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരാളെ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുനിത ദേവദാസ് വലിയൊരു ചർച്ചാ വിഷയമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ. താങ്ക് യു പരിചയപ്പെടുത്തതിന് വളരെ നന്ദി അണ്ണ. അണ്ണൻ വലിയ ബിസി ആയിട്ടുള്ള ഒരാളല്ലേ, അതുകൊണ്ടായിരിക്കും എന്നെ ഒന്നും കാണാതിരിക്കണം. ഞാൻ അത്ര പ്രധാനപ്പെട്ട ആളൊന്നല്ല, വളരെ അപ്രധാന ഒരാളല്ലേ. എങ്ങനെ ഇരുന്ന ആളാണ് ഈ അണ്ണൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരി വന്നിട്ട് പോയി. അയ്യേ, ഇപ്പൊ വെറും ഒരു യൂട്യൂബറായി മാറി. 4 വ്യൂ കിട്ടാൻ വേണ്ടി 4 കൊല്ലം മുമ്പ് കേട്ട ഈ സുനിതയെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികേടിൽ ഈ അണ്ണൻ എത്തി നിർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല സന്തോഷം. വനിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സുനിത ദേവദാസ്. നമ്മുടെ റേഞ്ച് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ. അവർക്ക് സുനിത ദേവദാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ഇതുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനല് ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള വലിയൊരു ചാനലാണ്. ചുറ്റും അസൂയക്കാരാ. നമ്മൾ നന്നാവുന്നത് ആർക്കും കണ്ടുവിടരം ചേട്ടാ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു പാവല്ലേ, എനിക്ക് അങ്ങനെ അഹങ്കാരമല്ല. അണ്ണൻ എഴുതി വെച്ച് നോക്കിയൊക്കെയാണ് ഇത് വായിക്കുന്നിട്ട്. എന്തൊക്കെയോ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ പേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നുണ്ട്. എന്തിന്റെ തകരാറാണ് ഈ അണ്ണൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആട്ടെ അണ്ണ, എന്റെ യൂട്യൂബ് കണ്ടിട്ട് അണ്ണൻ എന്താ തോന്നി? കൊള്ളാമോ? നമുക്ക് സാധാരണക്കാരൻ ഒരു ഫീൽ ഉണ്ടല്ലോ. എനിക്ക് അതൊരു വികാര ജീവി കൂടെ ആയതുകൊണ്ടായിരിക്കും എനിക്കൊരു ഫീൽ ഉണ്ട്. ആ, അങ്ങനെ അതാണ് ഇപ്പൊ പ്രശ്നം. വികാരജീവിയാണല്ലേ. എന്നാലും പറ അണ്ണ, എന്നെ കണ്ടിട്ട് എന്ത് തോന്നി? ഇഷ്ടായോ? ഇതൊരു ഇലക്ട്രിഫിക്കേഷൻ എഫക്ട് ഉണ്ട്, മനസ്സിലായോ? ഇലക്ട്രിഫിക്കേഷൻ അടിപൊളി. ബാക്കി വീഡിയോ ഒക്കെ നോക്കിയോ അണ്ണ? എന്റെ ചാനലിൽ വേറെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അവരുടെ വീഡിയോകൾ താഴോട്ട് ചെയ്യാനൊന്ന് നോക്കി. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചെയ്ത വീഡിയോകൾ എന്തായിരുന്നുവെന്നും ആ വീഡിയോയിൽ ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ചിട്ട് അവർ പരിഗണിച്ചിരുന്നു എന്നും ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. എന്നിട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇരുന്ന് എന്റെ വീഡിയോകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. ബാക്കി പറ അണ്ണ. പക്ഷെ സുഹൃത്തുക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാതെ വയ്യ. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന ഏതാണ്ട് ഒരു 1.5 മാസക്കാലം ഞാൻ നോക്കുമ്പോൾ അവരൊരു 60-65 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 60-ന് മേൽ വീഡിയോകൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ 60-ന് മേൽ വീഡിയോകളും ഈ സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഈ വനിത ചെയ്തത് ഞാൻ നോക്കുമ്പോൾ അതിൽ 100% BJPക്കെതിരായിട്ടുള്ള വീഡിയോകളാണ്. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ BJPക്കെതിരെ മാത്രം വീഡിയോ ചെയ്തു എന്നതാണ് അണ്ണൻ എന്റെ മേൽ ആരോപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം. ഒന്നുകൂടെ പറഞ്ഞ അണ്ണ, എങ്ങനെയൊക്കെയാണ് ഞാൻ എത്ര വീഡിയോ ചെയ്തു, ആർക്കെതിരെ ചെയ്തു, എത്ര എണ്ണം ചെയ്തു, ഒന്നുകൂടെ പറഞ്ഞേ. ഈ 60-ന് മേൽ വീഡിയോകളും ഈ സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഈ വനിത ചെയ്തത് ഞാൻ നോക്കുമ്പോൾ അതിൽ 100% BJPക്കെതിരായിട്ടുള്ള വീഡിയോകളാണ്. എന്തൊരു ചൊറിച്ചില്. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. അണ്ണൻ എന്താ BJPയെ കുറിച്ചുള്ള അഭിപ്രായം? BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമല്ല, BJPയുടെ ലക്ഷ്യമാണ് ഇവിടെ പിടിക്കുക എന്നുള്ളതാണ്. അമിത്ഷായുടെ അവസ്ഥ നിങ്ങൾ അയാൾ എന്താ ചെയ്തു?
അയാൾ ഒന്ന് ജയിലിൽ പോയ മനുഷ്യനാണ് ഷാജ. കോൺഗ്രസ് ഭരിക്കുന്നു, ജയിലിൽ കിടന്ന് അയാളുടെ അവസ്ഥ എന്തായിപ്പോ? അതുകൊണ്ട് ബി ജെ പി ഒരു ചെറിയ സാധനമല്ല. ബി ജെ പി എന്താണ്? ബി ജെ പി ഒരു ചെറിയ സാധനമല്ല. ശരി, അങ്ങനെ പറ. ഇപ്പഴെനിക്ക് കാര്യം പിടിയിട്ട് ഇതാണ് അണ്ണന്റെ പ്രശ്നം. ചെറിയ സാധനമല്ലാത്ത വലിയ സാധനമായ ബി ജെ പിക്കെതിരെ സുനിത ദേവദാസ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അണ്ണൻ എണ്ണിയ ഒരു മാസം 1.5 മാസം എനിക്കറിയില്ല എത്രയോ ദിവസം എണ്ണിയപ്പോ 60 വീഡിയോ ചെയ്തു ഞാൻ ബി ജെ പിക്കെതിരെ എന്ന് അണ്ണൻ കണ്ടെത്തി. ബാക്കിയോടി പറ, കേക്കട്ടെ. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ചെയ്ത ഒരൊറ്റ വീഡിയോയിൽ പോലും CPM-നെ ഒരു വാക്കുകൊണ്ട് പോലും അവർ വിമർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 മാസക്കാലത്തിനിടയിൽ അവർ ചെയ്ത 60-ലധികം വീഡിയോകളിൽ ഒരു വീഡിയോയിൽ പോലും CPM-നെ കുറിച്ചിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. താൻ ഒരു കാര്യം ചെയ്യും, 1 കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി. ആ വീഡിയോകളെല്ലാം തന്നെ ബി ജെ പിക്കെതിരാണ്. ബി ജെ പി ശക്തമായി വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ്. ആ വീഡിയോകളിൽ ബഹുഭൂരിപക്ഷത്തിന് 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ വ്യൂവർഷിപ്പ് ഉണ്ട്. നല്ലത്, വരുമാനം കിട്ടട്ടെ. എന്താ നിനക്കൊരു വിഷമം പോലെ? നിനക്കങ്ങനെ ഫീൽ ചെയ്തോ? കാശുണ്ടാക്കുന്നു, കുറെ വ്യൂ ഉണ്ട്, കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ അണ്ണന്റെ ശരിക്കുള്ളൊരു പ്രശ്നം. അണ്ണനും കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കുറിച്ച് വീഡിയോ ചെയ്തു. എന്നിട്ട് വീഡിയോയിൽ ഫുൾ എന്റെ ഫോട്ടോ നിരത്തി വെച്ചിട്ടുണ്ട്. തംബ്നെയിലിൽ 2 ഫോട്ടോ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യവുമില്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് ഞാൻ ആളെ കൂട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എഴുതി പഠിച്ച് വായിച്ച് കണ്ടന്റ് ഉണ്ടാക്കി കൃത്യമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ് ഞാൻ എന്റെ വീഡിയോകളിൽ എല്ലാ ദിവസവും പറയുന്നത്. എന്റെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ വീഡിയോ കാണാൻ ചെലവഴിക്കുന്ന സമയം ആ മനുഷ്യന് ചെലവാകരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പഠിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഇതല്ല കേട്ടോ, ഇത് അണ്ണനെ തെറി പറയാൻ വേണ്ടി ചെയ്ത വീഡിയോയാ. അല്ല, ഞാൻ ഇതിന് അണ്ണൻ ഇരുന്ന് ചൊറിഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊരു അസൂയാണിത്. എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വനിതയുടെ ലക്ഷ്യം. അതിന്റെ പേരിൽ 10 പുത്തൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ സുനിത ദേവദാസ് പറഞ്ഞ ഈ വനിതയ്ക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ചാണകം. ഭാവിച്ച് തിന്നോളി. കാനഡയിൽ ഇരുന്നുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്താന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ഇനി കുറച്ച് കാര്യം പറയാം. അണ്ണന്റെ ബുദ്ധിയല്ല എന്റെ ബുദ്ധി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതോ പിണറായി വിജയനെ ഓഡിറ്റ് ചെയ്യുന്നതോ ആയ ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടത് എന്ന് കേരളത്തിലെ പഞ്ചായത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പുമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ മതേതര വിശ്വാസിയെ സംബന്ധിച്ച്, ഓരോ ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കുമോ എന്ന് നിശ്ചയിക്കുന്ന, അതോ അത് മാറ്റി എഴുതപ്പെടുമോ എന്ന് നിശ്ചയിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ചേട്ടന്റെ തലയിൽ ചാണകമായതുകൊണ്ട് ചേട്ടന് തോന്നും ഞാൻ പിണറായിക്കെതിരെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന്. ചേട്ടന് തോന്നും, അത് സ്വാഭാവികം. കാരണം എന്താ, തലയ്ക്കകത്ത് തലച്ചോറല്ല, ചേട്ടന് ചാണകമാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തോന്നുകയാണ്. എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഒരേ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത് BJP വേഴ്സസ് ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയമാണ്. ആര് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നോ അവരൊക്കെ ഞങ്ങൾ പിന്തുണയ്ക്കും, ആര് BJPക്കെതിരെ നിൽക്കുന്നോ അവരെയൊക്കെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഇതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആരൊക്കെയാണ് BJPക്കെതിരെ നിൽക്കുന്നത്, ആരൊക്കെയാണ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നത്, അവർക്കൊപ്പം ഒക്കെ നിൽക്കുക എന്നതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മതേതര മനുഷ്യനെയും നയിച്ചതും ഈ രാഷ്ട്രീയമായിരുന്നു. നിങ്ങൾ ഒരു പൊട്ടനായതുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി നിങ്ങൾ പറയുന്ന തെറി എന്തിനു കേൾക്കണം? ഞാൻ ഇത്തരം കൃത്യമായ നിലപാടെടുക്കുന്നതിന് നിങ്ങളെ തെറി കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണോ? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഇരുന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ പോകുന്ന CPIM-നെയും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നിരന്തരം ഇരുന്ന് പച്ചത്തറി പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്നാണ് ചേട്ടൻ എന്നോട് ആവശ്യപ്പെടുന്നത്. സൗകര്യപ്പെടില്ലടോ, എനിക്ക് സൗകര്യപ്പെടില്ലല്ലോ. താൻ പോയി പണി നോക്കടോ, വികാരജീവി, നാണമില്ലാത്ത കോഴി. വന്നിരുന്ന് ഉളുപ്പില്ലാതെ എന്നോട് പറയുകയാണ് ഞാൻ കസേരയിലിരുന്നു, ഞാൻ ചിരിച്ചു. ഉളുപ്പുണ്ടോ? ഇച്ചിരിയെങ്കിലും ഉളുപ്പ് തനിക്കുണ്ടോ? ഒരു മനുഷ്യൻ എന്നുള്ള ഒരു അന്തസ് ഉണ്ടോ തനിക്ക്?
താൻ എന്താ വിചാരിച്ച് താൻ പറയുന്ന വായ തോന്നിയതൊക്കെ പറഞ്ഞ ഞാനത് കേട്ടോണ്ടിരിക്കുന്നു കരുതിയോ? BJPക്കെതിരെ വീഡിയോ ചെയ്തു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് താൻ ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചാൽ ഞാൻ അത് കേട്ടോണ്ട് തലയാട്ടി ചിരിച്ചോണ്ടിരിക്കുന്നു താൻ കരുതിയോ? എന്നാൽ തനിക്ക് തെറ്റിപ്പോയി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ BJPക്കെതിരെ മാത്രമാണ് വീഡിയോ ചെയ്തത്. അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി എനിക്ക് എന്റെ ചങ്കിൽ കൈവച്ച് പറയാൻ പറ്റും. അതാണ് എന്റെ രാഷ്ട്രീയം. പിണറായിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യില്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യില്ല, MK സ്റ്റാലിനെതിരെ ഞാൻ വീഡിയോ ചെയ്യില്ല, കേജ്രിവാളിനെതിരെ ഞാൻ വീഡിയോ ചെയ്യില്ല, മമതാ ബാനർജിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യില്ല. അതാണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ എന്റെ രാഷ്ട്രീയം? അതാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. എനിക്ക് ശത്രു, ഇന്ത്യയുടെ ശത്രു BJP മാത്രമാണ്. എനിക്ക് പല പാർട്ടികളോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട്. എനിക്ക് വ്യക്തിപരമായി എന്റെ രാഷ്ട്രീയവുമുണ്ട്. എന്ന് വെച്ച് എന്റെ തലയിൽ തന്റെ തലയിലുള്ള പോലെ ചാണകമല്ല ഉള്ളത്. കൃത്യമായി ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം വിയോജിപ്പുകൾ നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്ത് കാണിക്കാതെയും പ്രകടിപ്പിക്കാതെ ഇരിക്കാനുള്ള ബോധം എനിക്കുണ്ട്. എടോ, ഒരു പഴഞ്ചൊല്ലുണ്ടോ, താനത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യനായാല് തലയില് ചാണകം മാത്രം പോരാ, 4 ഇന്നത് കൂടി അറിയണം. എന്തൊക്കെയാണ് ആ 4 ഇന്നത്? ഇന്നതിനിന്നത്, ഇന്നപ്പം ഇന്നത്, ഇന്നാർക്കിന്നത്, ഇന്നയിടത്ത് ഇന്നത്. ഇതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. വിഷയവും സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല തന്റെ പോലെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പെണ്ണുങ്ങളെ തെറി പറയുന്നത് അല്ലടോ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം. അല്ലെങ്കിൽ എല്ലാവരും തന്റെ പോലെ വികാരജീവികളായി പോകും ഈ ബുദ്ധിയും ബോധവും തിരിച്ചറിവും ഇല്ലെങ്കിൽ. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് താൻ ചെയ്ത രാഷ്ട്രീയം എന്തായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലപ്പുഴയിൽ പോയി മത്സരിച്ചു. ആർക്കെതിരെ മത്സരിച്ച്? ആർക്കൊക്കെതിരെ താൻ മത്സരിച്ച്? എന്നിട്ട് എത്ര വോട്ട് കിട്ടി? കെട്ടിവെച്ച കാശ് പോയി. 1000 വോട്ട് പോലും തികച്ച് കിട്ടിയുമില്ല. ഇത്തരം ഊള ചാണക രാഷ്ട്രീയത്തെക്കാൾ എനിക്കിഷ്ടം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ പഠിപ്പിക്കാൻ വരുന്നൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ പോയി പഠിപ്പിക്കണം. എന്റെ തലയിലൊന്നും ആരും കയറാൻ വരണ്ട. എന്റെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങിയാൽ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഈ വികാരജീവി എന്റെ 2 ഫോട്ടോ ആണ് ഇയാളുടെ വീഡിയോയുടെ തംബ്നെയിലിൽ ഇട്ടത്. അതെന്താ, സ്വന്തം ഫോട്ടോ അങ്ങ് വലിച്ചു നീട്ടി വെച്ച ആളുകൾ കയറില്ലേ? എന്റെ ഫോട്ടോ വെക്കണോ? അത് രാജ്യത്തെ നന്നാക്കാൻ വേണ്ടിയാണോ ഇയാൾ ചെയ്ത? എന്റെ ഫോട്ടോ വെച്ച് തംബ്നെയിൽ ചെയ്യുന്ന രാജ്യം നന്നാക്കാനാ? അതോ എന്റെ ഫോട്ടോ ചാനലിൽ കാണിച്ച ആളെ കയറ്റാൻ നോക്കുകയാണോ? ഇയാൾ വ്യൂ ഉണ്ടാക്കുകയാണോ? ഇയാൾ പൈസ ഉണ്ടാക്കുകയാണോ? എന്താ ഇയാളുടെ പരിപാടി? എന്താ അങ്ങനെ ഇയാളുടെ എന്റെ എത്ര ഫോട്ടോ ആണ് അയാളുടെ വീഡിയോയിൽ കാണിക്കുന്നത്? എന്തിനാണോ വികാരജീവി താൻ ഈ തോന്നിയാസം കാണിക്കുന്നത്? പെണ്ണുങ്ങളോടാണോ തന്റെ പരാക്രമം? എന്തിനാണ്? എനിക്ക് അതിന്റെ ഉത്തരം അറിയണം. ഈ നാട്ടിൽ എത്രയോ യൂട്യൂബർമാരും ജേർണലിസ്റ്റുകളും ഉണ്ട്. താൻ സോഷ്യൽ മീഡിയയും യൂട്യൂബ് ഉപയോഗിക്കുന്നത് മോക്ഷം കിട്ടാനാണോ, പുണ്യം കിട്ടാൻ വേണ്ടിയാണോ? തനിക്ക് ഈ കാശൊന്നും വേണ്ടേ? താൻ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചാണോ എന്നെ കുറിച്ചുള്ള വീഡിയോ ഇട്ടത്? തനിക്ക് എന്നെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ നിന്ന് കാശൊന്നും കിട്ടുന്നില്ല. വീഡിയോയിൽ ആഡ് പ്ലേ ആവുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പൊ അത് താൻ എനിക്ക് കൊണ്ടുതരുമോ? എന്റെ വീട്ടിൽ കൊണ്ടുതരുമോ? എന്താണ് വലിയ പുണ്യാളൊന്നും ചമയേണ്ട. തന്റെ വികാരമൊക്കെ ഉണ്ടാവുമായിരിക്കും തനിക്ക്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്റെ നേരെ എടുത്തുകൊണ്ട് വരരുത് കേട്ടോ. താനിരുന്ന് പലരെയും അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് തന്റെ നിരന്തരം പണി. അല്ലാതെ എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ വീഡിയോയോ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള താൻ ചെയ്യാറുണ്ടോ? ഇരുന്ന ആളുകളെ അധിക്ഷേപിക്കുക. അവരൊക്കെ അത് കേട്ടിട്ട് പിന്നെ മിണ്ടാതെ പോയിട്ടുണ്ടാകും. ഞാനും അതുപോലെ മിണ്ടാതെ പോകുമെന്ന് കരുതരുത്. ഏതോ യൂട്യൂബറായി തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 3 മാസം ചെയ്ത കുറെ വീഡിയോ താൻ എണ്ണി പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള ഒരു വീഡിയോ അന്തസ്സായിട്ട് ചെയ്ത് കാണിക്കുക. എന്നിട്ട് എന്നെ ചൊറിയാൻ വാ. ഞാൻ ചെയ്യുന്ന വീഡിയോയും താൻ ചെയ്യുന്ന വീഡിയോയും ഒരുപോലെ ആണോ എന്ന് ആദ്യം ഒന്ന് നോക്കും, ഒന്ന് കമ്പയർ ചെയ്യും. നാണം തോന്നുന്നത് എനിക്ക്. താൻ എന്ത് വീഡിയോ എടുത്ത് ചെയ്യുന്നത്? അല്ലാതെ കണ്ണ് കണ്ട പെണ്ണുങ്ങളുടെ ചെറ്റ പൊക്കി ഒളിഞ്ഞു നോക്കി കസേരയിൽ ഇരിക്കുന്നു, ചിരിക്കുന്നു, കൊഞ്ചുന്നു, വർത്താനം പറയുന്നു എന്നൊക്കെ പറയാൻ നാണം ഇല്ലേടോ തനിക്കൊക്കെ? പോടാ.